ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മാർക്കറ്റ് എങ്ങോട്ട് എന്നുള്ള നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാമിൻ്റെ അടുത്ത ഒരു വീഡിയോ ആണിത്. ചെറിയ വീഡിയോ ആണ്. മാർക്കറ്റിലെ കറൻറ്റ് പൊസിഷൻസും എന്തെല്ലാമാണ് വരാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് റിസൾട്ട് സീസണിന് മുമ്പ് ഞാൻ വീണ്ടും ഒരു 2 ദിവസം ബേസിക്കലി ഫണ്ട അനാലിസിസിനെ കുറിച്ചുള്ള സെഷൻസ് ടോട്ടലി ഫ്രീ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ബേസ് ഫണ്ട എന്ന് പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. തീർച്ചയായും താല്പര്യമുള്ളവർക്ക് ബേസ് ഫണ്ട എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മെയിൻ ഇൻഡെക്സ് ആയിട്ട് നിഫ്റ്റി എടുത്ത് നോക്കുവാണെങ്കിൽ ഏണിങ്സ് APS ഗ്രോത്ത് വന്നിട്ട് വളരെ പാൽട്രിയാണ്. ഹാർഡ്ലി 1% 2% ഉള്ളിലാണ് നിന്നിരിക്കുന്നത്. മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ മാർക്കറ്റിൽ നടന്നു അല്ലേ. ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്ന ട്രെൻഡ് ഡൗൺ ആയി. അത് ലിക്വിഡിറ്റി ഇഷ്യൂ ഒരു പരിധിവരെ ബാങ്കുകൾക്ക് കുറയ്ക്കാൻ സാധിച്ചു. ദാറ്റ് മീൻസ് ധാരാളം ഫണ്ട് മാർക്കറ്റിലേക്ക് ഒഴുകി. മാർക്കറ്റ് കുറച്ചുകൂടെ റീബൗണ്ട് ചെയ്യുന്ന ഒരു സാധ്യത വന്നു. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്ലസ് ഫാക്ടേഴ്സ് ആയത്. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ GDPയിൽ റിവിഷൻ വന്നു, പ്ലസ് ആയിട്ട് റിവിഷൻ വന്നു. ഇതൊക്കെ വളരെ സപ്പോർട്ടീവ് ഫാക്ടറാണ്. എനിവേ അറ്റ് പ്രസന്റ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കി കാണാൻ പറ്റും. നിഫ്റ്റിയിലെ പല സെക്ടേഴ്സും NSEയിലെ പല സെക്ടേഴ്സും സ്ട്രെച്ചഡ് വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. കാര്യം ഒരു ചെറിയ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് കയറി എന്ന് പറയുന്നത് ഇപ്പോഴും ധാരാളം സെക്ടേഴ്സിലെ വാല്യുവേഷൻസ് വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ പുറത്ത് ക്രൂഡ് ഓയിലിൻ്റെ തിരിച്ചുള്ള കയറ്റം. ബ്രണ്ട് ക്രൂഡ് ഓയിൽ തന്നെ ശരിക്കും $60 താഴെ കിടക്കുമായിരുന്നു. അവിടെ നിന്ന് $75 അടുത്തെത്തി എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ തിരിച്ചുള്ള കയറ്റം ഇന്ത്യയെ കണക്ക് ഒരു എമർജിംഗ് മാർക്കറ്റിന് എപ്പോഴും അത് വലിയൊരു ഡിസ്റ്റർബൻസ് ആണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എപ്പോഴും വ്യത്യാസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ക്രൂഡ് ഓയിൽ ബേസിക് റോ മെറ്റീരിയൽ ആയിട്ടുള്ള ധാരാളം കമ്പനികളുടെ നമ്മുടെ നാട്ടിലുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ ഡെറിവേറ്റീവ് ഫോംസും ശരിക്കും ഈ കമ്പനികളുടെ പ്രോഫിറ്റ്സിനെ എങ്ങനെ ബാധിക്കും. രണ്ടാമത്തെ കാര്യം ഈ കമ്പനികൾക്ക് റോ മെറ്റീരിയൽ പ്രൈസിൻ്റെ ഇൻക്രീസിനനുസരിച്ച് അത് കസ്റ്റമറിലേക്ക് അത് ആ ഒരു ഇൻക്രീസ് കസ്റ്റമറിൽ നിന്നും ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം. ഇതിൻ്റെ അകത്ത് വരുന്ന വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഷിപ്മെൻറ്റ് എക്സ്പെൻസസ് കണ്ടമാനം ക്രൂഡ് ഓയിൽ കൂടി വന്നാൽ അത് ഇൻ്റർനാഷണൽ ലെവലാണെങ്കിലും ലോക്കൽ ലെവലാണെങ്കിലും ട്രാൻസ്ഷിപ്മെൻറ്റ് എക്സ്പെൻസസ് ഏത് ലെവലിൽ പോകാൻ സാധ്യതകളെ കുറിച്ച് നമുക്കാർക്കും അറിയില്ല. ബിക്കോസ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനെ കുറിച്ച് നമുക്ക് അതിൻ്റെ ലിമിറ്റേഷനെ കുറിച്ചോ അതിൻ്റെ ഏത് ലെവലിൽ പോകുന്നതിനെ കുറിച്ചോ നമുക്ക് പ്രത്യേകമായിട്ടുള്ള യാതൊരു ഐഡിയ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മൾ ആ ഒരു പാട്ട് വളരെ കെയർഫുൾ ആകണം. നമ്മൾ ഈ ഒരു റിസൾട്ട്സിലേക്ക് കടക്കാൻ നേരത്തെ കാര്യം വിത്തിൻ 3 വീക്സ് സീസൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. പൊതുവേ Q1 റിസൾട്ട് സീസൺ എന്ന് പറയുന്നത് ഒരു Q4 എന്ന് പറയുന്നത് വലിയ സീസണിന് ശേഷം വരുന്നതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നമ്മൾ Q4ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ ഒരു സോഫ്റ്റാണ് ഈ സീസൺ. പക്ഷേ Q1ൽ പെർഫോം ചെയ്യുന്ന ഏതാനും സെക്ടേഴ്സും ഏതാനും കമ്പനീസും ഉണ്ട്. അത് സൈക്ലിക്കലായിട്ടുള്ള സ്റ്റോക്കുകളും സൈക്ലിക്കലായിട്ടുള്ള സെക്ടേഴ്സുമാണ്. ഹിസ്റ്റോറിക്കലി Q1 എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സോഫ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത കാര്യം കുതിച്ചുയർന്നു പോയ ഡോളർ ഇൻഡെക്സ് ആണ്. അത് പരിധിവരെ നേരെ താഴത്തേക്ക് വന്നതെന്ന് പറയുന്നത് എമർജിംഗ് മാർക്കറ്റ് വലിയ സപ്പോർട്ടീവായിട്ടുള്ള കാര്യമാണ്. ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം നമ്മൾ ക്വാർട്ടർ കസ്പിലാണ്. എന്താണ് ക്വാർട്ടർ കസ്പ്? ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് 15 ഡേയ്സ്, അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് 15 ഡേയ്സ് കൂടെ ചേർന്നാൽ 30 ഡേയ്സാണ് ക്വാർട്ടർ കസ്പ്. ഈ ക്വാർട്ടർ കസ്പിലാണ് ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് ചേഞ്ച് സ്മോൾ ക്യാപ്പിലാണെങ്കിലും മിഡ് ക്യാപ്പിലാണെങ്കിലും സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന് സ്ട്രെച്ചഡ് വാല്യുവേഷൻ ആകാം. കാരണം സ്റ്റോക്ക് കയറി ഒരു വാല്യുവേഷൻ്റെ ഒരു വല്ലാത്ത സ്ട്രെച്ച് ലെവലിലെത്താം 2 മാസം 3 മാസം കൊണ്ട്. ഈ മാർക്കറ്റിൽ പോലും ഇത്തോടത്തെ മാർക്കറ്റ് പോലും 50, 60, 70% കൊടുത്ത ബ്യൂട്ടിഫുൾ സ്മോൾ ക്യാപ്സ് ഉള്ള മാർക്കറ്റിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങളോട്. രണ്ടാമത്തെ കാര്യം പ്രൈസ് ടു ബുക്ക് റേഷ്യോ കണ്ടമാനം കൂടി കാണാം. 3 ഇൻട്രസ്റ്റ് വാല്യൂവിനെക്കാളും വളരെ അകലത്തിൽ എത്തിക്കാണാം പ്രൈസ് എന്ന് പറയുന്ന കാര്യം. നാലാമത്തെ കാര്യം ഈ സ്റ്റോക്കുകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത ക്വാർട്ടറിൽ സൈക്കിൾ കയറാനുള്ള സാധ്യതയുണ്ട്, എന്ന് വെച്ചാൽ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാര്യം അടുത്ത ക്വാർട്ടറിൽ ഒരു പക്ഷേ പ്രോഫിറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കൺവിക്ഷൻ ബയറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ബയർ സ്റ്റോക്കുകളെ ഡംപ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ക്വാർട്ടർ കസ്പിലാണ് ഡംപിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാർട്ടർ കസ്പിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എക്സ്ട്രീംലി കെയർഫുൾ ആണെന്നുള്ളതാണ് പറയാനായിട്ടുള്ള ക്രിട്ടിക്കലായിട്ട്. നമ്മൾ എന്തെല്ലാം സ്റ്റെപ്പുകളാണ് പുതിയ സീസണിലേക്ക് കയറാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മാർക്കറ്റ് അറിയാമല്ലോ, നമ്മൾ 25,000 ക്രോസ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. 25,000 ക്രോസ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഈ ലെവലിലാണ് മാർക്കറ്റ് കിടക്കുന്നത്. ബിക്കോസ് ഓഫ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അത് വല്ലാത്തൊരു എക്സ്പാൻഷൻ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡയറക്ഷൻലെസ് ആണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനത്തെ മാർക്കറ്റ്സിൽ നമ്മൾ കഴിവതും ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് കഴിവതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ, ട്രേഡ് ചെയ്യാത്ത പല ദിവസങ്ങളും ശരിക്കാണ്. അതാണ് ബെസ്റ്റ് ട്രേഡിംഗ് എന്ന് ആൾക്കാർ പറയാറുണ്ട്. കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സെക്ടറും നമ്മൾ
ഏത് സ്റ്റോക്കിലാണ് ഫോക്കസ് ചെയ്തത്, മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മോൾ പാക്ക് ആണെങ്കിലും, അതുപോലെ തന്നെ അത് ലാർജ് ക്യാപ്പ് ആണെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സും സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രമേ ആസ് എ ഷോർട്ട് ടേം ട്രേഡർ നിങ്ങൾ ട്രേഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാവുള്ളൂ. പല കൺഫ്യൂഷൻ സ്റ്റേറ്റിലും മാർക്കറ്റ് വല്ലാതെ എന്താ പറയുക ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ, ഒരു നെഗറ്റീവ് ഫ്ലക്ച്വേഷൻ കൂടുതലുള്ള സ്റ്റേറ്റിൽ കഴിവതും ട്രേഡിങ്ങിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട്. ക്രൂഡ് ഓയിൽ കയറുന്നതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ധാരാളം കമ്പനികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രൂഡ് ഓയിൽ കയറുന്നത് ഗുണകരമായിട്ടുള്ള ഏതാനും കമ്പനികളുണ്ട്. ഈ കമ്പനികളെ കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ക്രൂഡ് ഓയിൽ കയറുമ്പം ഇങ്ങനത്തെ കമ്പനികൾക്ക് ഡിമാൻഡ് വരുന്നതൊക്കെ മനസ്സിലാക്കുക. അങ്ങനത്തെ കമ്പനികളിലെ ടെക്നിക്കൽ അനാലിസിസ് ഏത് ലെവലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനികളിൽ ബേസിക്കലി ക്വാർട്ടർ കസ്പിൽ കൂടുതലായിട്ടുള്ള ബൈങ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് കമ്പനികളെ ക്യാച്ച് ചെയ്യാൻ എളുപ്പമായി. ഞാൻ നേരത്തെ പറഞ്ഞു സൈക്ലിക്കാലിറ്റി വിത്ത് സ്റ്റോക്ക്. പൊതുവേ ഫാമെ FMCG ഒഴിച്ച് ഒരുപാടുപ്പെട്ട സ്റ്റോക്കിലൊക്കെ സൈക്ലിക്കലാണ്. ദാറ്റ് മീൻസ് Q1 റിസൾട്ട് വരുമ്പോൾ Q2 എല്ലാ സ്റ്റോക്കിൽ സൈക്ലിക്കലാകും. അതിൻ്റെ ഒരു പരിധിവരെ Q1 എല്ലാ സ്റ്റോക്കുകളിൽ സൈക്ലിക്കാലിറ്റി അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സ്റ്റോക്കുകളിൽ നിന്നും കഴിവതും മാറിക്കുക. കാര്യം നമ്മളൊരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടുപോയാൽ അറ്റ്ലീസ്റ്റ് ആ സ്റ്റോക്കിൽ നിന്നും ഒന്ന് മാറി നിൽക്കണമെങ്കിൽ, നമുക്കൊന്ന് ഒരു സേഫ് എക്സിറ്റ് വേണമെങ്കിൽ കുറഞ്ഞ 4 മാസം 5 മാസം എടുക്കും. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്കിൽ നിന്നും കഴിവതും മാറി നിൽക്കുക. അടുത്ത പോയിന്റ് പറയാനായിട്ടുള്ളത്, നമ്മൾ ന്യൂസുകൾ, പ്രത്യേകിച്ച് ഇമ്പാക്ട്ഫുൾ ന്യൂസ് ആണെങ്കിൽ ആ ന്യൂസുകൾ ഫോളോ ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂസുകൾക്ക് മാർക്കറ്റിൽ കൊടുക്കുന്ന ഇമ്പാക്റ്റിന് ഒരു പരിധിയുണ്ട്. പരിധിക്കപ്പുറം ന്യൂസുകൾ ഇമ്പാക്റ്റ് ചെയ്യത്തില്ല. ചില ന്യൂസുകൾ ചില സെക്ടേഴ്സിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, ചില സെക്ടേഴ്സിനെ വളരെ വീക്കായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എങ്ങനത്തെ ന്യൂസുകളാണ് സെക്ടറിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനത്തെ ന്യൂസുകളാണ് സെക്ടേഴ്സിനെ വീക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ന്യൂസുകളുടെ ഒപ്പം തന്നെ പ്രൈസ് ആക്ഷൻ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ന്യൂസുകൾക്ക് ഇമ്പാക്റ്റ് ഉള്ളൂ മാർക്കറ്റിൽ. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ന്യൂസുകൾക്കൊരു ലൈഫ് സ്പാൻ ഉണ്ട്. ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ന്യൂസിൻ്റെ ഡെപ്തിന് ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പോൾ ലൈഫ് സ്പാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റോക്കിൽ എന്നുള്ള കണ്ടുപിടിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ ന്യൂസ് ഇത്രയും ദിവസം കഴിഞ്ഞാൽ ന്യൂസിൻ്റെ ആ ലൈഫ് സ്പാൻ കഴിഞ്ഞു, സ്റ്റോക്ക് ഒരുപക്ഷെ വീണ്ടും പഴയ ലെവലിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും ഇത്തവണത്തെ Q1 റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. ബിക്കോസ് ഓഫ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ബിക്കോസ് ഓഫ് ക്രൂഡ് ഓയിൽ ഇഷ്യൂ, ബിക്കോസ് ഓഫ് പൊതുവേ Q1 എന്ന് പറയുന്ന റിസൾട്ട് സീസൺ പൊതുവേ സോഫ്റ്റാണ്. ബിക്കോസ് ഓഫ് സൈക്ലിക്കാലിറ്റി പല സ്റ്റോക്കുകളിലും പല സെക്ടറിലും വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് മോസ്റ്റ് ക്രിട്ടിക്കൽ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ പല സ്റ്റോക്കുകളും പല സെക്ടറും വീണ്ടും സ്ട്രെച്ച്ഡ് വാല്യൂഷനിൽ എത്തിയെന്നുള്ള കാര്യം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രീംലി കെയർഫുള്ളാണ് ഈ Q1 റിസൾട്ട് സീസൺ എന്ന് എടുത്തു പറയാനുള്ള കാരണം. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.